ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. ഗൈസ്, നിങ്ങൾ വിചാരിക്കും പതിവായിട്ട് നമ്മൾ കാണുന്ന റൂമുകളൊന്നും അല്ലല്ലോ. ആക്ച്വലി ഗൈസ്, ഇത് ഷരുവിൻ്റെ വീട്ടിലാണ്. ഇന്നലെ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഷൂട്ടിൽ നിൽക്കേണ്ട ഞാനാണ്, പക്ഷെ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ഗൈസ് ഞാനൊന്ന് തുമ്മി. അത് ഫുഡ് വായിൽ വെച്ചിട്ടൊന്ന് തുമ്മിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം ഇവള് എൻ്റെ മുതുകിൽ തടവി ഛർദ്ദിപ്പിച്ചോണ്ടിരിക്കണല്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് പെട്ടെന്ന് ഛർദ്ദിക്കണേന്ന്. എന്തിനായിരുന്നടാ ഇന്നലെ കഴിച്ചോണ്ടിരുന്നപ്പോ 3 വട്ടം ഒന്ന് തുമ്മിയപ്പോ എന്നോട് പറഞ്ഞു അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വെള്ളം എടുത്ത് തിരിച്ചു വന്നപ്പോ കുഴഞ്ഞു വീണ് ഞാൻ പേടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ വന്നിങ്ങനെ പിടിച്ചപ്പോ എന്റെ മേത്ത് ഇങ്ങനെ വീണിട്ട് അനക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ 2 ചേട്ടന്മാരുണ്ടായിരുന്നല്ലോ, അവരെ വിളിച്ച്. അപ്പൊ ഇവര് വന്നിട്ട് ഈ പിടിച്ചിട്ടോ ഒന്നും ഭയങ്കര ഇങ്ങനെ വായിക്കൂടെയൊക്കെ ഇങ്ങനെ വലിക്കണുണ്ടായിരുന്നു, കൈയൊക്കെ വിറയ്ക്കണ്. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ പേടിച്ച്. സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഗൈസ്. അവള് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് എന്തൊരു അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതാണ് വേറെ കാര്യം കേട്ടാ. നീ നെഞ്ചി നിക്കിയാടി. മറ്റേ ചേട്ടന്മാരും എല്ലാരും നെഞ്ചിലിങ്ങനെ ആക്കിയപ്പോ ഛർദിച്ചോടെ ഛർദിച്ചിട്ട് ഇങ്ങനെ ഒരു ഛർദിലുണ്ടോ. വാളോട് വാളായിരുന്നു. കണ്ണൊന്ന് തുറന്നുകൊണ്ടല്ല ഛർദിക്കണത്, ഒരു ബോധം ഇല്ലാതെ ഛർദിച്ചു തുടങ്ങി. കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. എന്നിട്ട് ഛർദിച്ച് കഴിഞ്ഞതിന് ശേഷം കാറിൽ പോയി നമുക്ക് ആശുപത്രി പോവാന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. നേരെ കാറിൽ കയറി പോണ വഴിക്ക് 3-4 വട്ടം ഛർദിച്ച് ആശുപത്രിയിലെത്തി. ഓരോ വാള് വീതം. അങ്ങനെ എങ്ങനെയൊക്കെ ആശുപത്രി എത്തി. പിന്നെ അവിടെ ചെന്ന് ട്രിപ്പ് ഇട്ട് അവിടെ ഒന്ന് കിടന്ന് കുറേ നേരം കഴിഞ്ഞ് അവർ പിന്നെ എക്സ്റേ എടുത്ത് എക്കോ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അവസാനം മനസ്സിലായ സുഹൃത്തുക്കള്, ബാക്കിയകത്ത് ഫുഡ് ഇരുന്നതിൻ്റെ ഇടയിലാണല്ലോ തുമ്മിയത്. അപ്പോഴത്തേക്കും ഈ ശ്വാസകോശത്തിലോട്ട് എങ്ങാണ്ട് എൻ്റെ പാർട്ടിക്കിൾസ് ചെന്നിട്ട് ഒരു കുറച്ച് സെക്കൻഡത്തേക്ക് ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ ഫ്ലോ കട്ടായി പോയത് കാരണമാണ് ഇത് സംഭവിച്ചതെന്ന്. അയ്യോ, അങ്ങനെ പിന്നെ രാത്രി പിന്നെ ലാസ്റ്റ് ഛർദ്ദിച്ചപ്പോഴത്തേക്കും മറ്റേ ചെറുതായിട്ട് ബ്ലഡൊക്കെ തൊണ്ടയൊക്കെ മുറിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഷൂട്ടിന് പോകാൻ പറ്റില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാറായി. ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയി, സെറ്റപ്പായി, മിടുക്കനായി എഴുന്നേറ്റത്. എന്നിട്ട് ആശുപത്രി ചെന്നിട്ട് സുഹൃത്തുക്കളെ ടീമുകളെയൊക്കെ അവള് വിളിച്ച് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അത്രയും സിറ്റുവേഷനിലും എല്ലാരെയും കോൾ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് അവള് വിളിച്ചു വരുത്തിയപ്പോ എക്സ്റേ എടുക്കാനായിട്ട് പുറത്ത് നോക്കിയപ്പോഴും ഒരു വലിയ ജാഥ. നാരായണൻകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നാരായണൻകുട്ടിയൊക്കെ ബെന്നിച്ചേട്ടനാണ് വിളിച്ചത്. അമ്മ ആരെ വിളിച്ചു പറഞ്ഞത്? അനന്തുവിനെയൊക്കെ അല്ലേ. അബി ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ഇന്നലെ വ്യത്യസ്തമായ ഒരു ദിവസമായിരുന്നു. അയ്യോ, കടുത്തിരിക്കണം അല്ലേ. പക്ഷെ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഗൈസ്. അത് ഇന്നലെ ഛർദിച്ചതിന്റെ ഒരു ക്ഷീണമാണ്. ഫുഡ് പോയ്സണിങ് ഒന്നുമല്ല, ഇത് ലങ്സിൽ കയറി. അപ്പോൾ ഫുഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തുമ്മരുത് ഗൈസ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ എൻ്റെ തൊട്ട് വലിയ തുമ്മലാണ് കേട്ടാ. ഇങ്ങനെ അങ്ങനെ പോണ തുമ്മലാണ്. അങ്ങനെ തുമ്മുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഇതെന്ത് 2 കൂടെ അതിൻ്റെ ഇടയിൽ കൂടാ. എന്തോന്ന് കൂട്ടുകച്ചവടം വന്ന് അനന്ത് ഉറങ്ങണല്ലേ. കുറച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു ഗൈസ്. അപ്പോൾ ഇനിയിപ്പോഴത്തേക്കും ഞാൻ ഒന്ന് പോയി ജസ്റ്റ് എന്തായാലും ഒരു ബ്രേക്ക് വന്നേല. അപ്പോൾ ഒരു താടി മുടിയൊക്കെ ഷേപ്പ് ചെയ്ത് കുറച്ച് ഡ്രസ്സ് എടുത്തില്ല ഗൈസ്. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളും കൂടെ ഒക്കെ എടുത്തിട്ട് ഇന്ന് ഫുൾ റിലാക്സ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ബൈ ഗൈസ്. എന്ത് ഇങ്ങോട്ട് ഇറങ്ങി വാ ഗൈസ്. ശരിക്കും ഇന്നലെ പേടിച്ചു പോയി കേട്ടാ. കുറച്ച് സെക്കൻഡത്തേക്ക് നീ പക്ഷേ അവള് ടെൻഷൻ ആയെങ്കിലും അവള് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഗൈസ്. കാരണം അത്രയും ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് വണ്ടി ഓട്ടിച്ച് ആശുപത്രിയിൽ പോയി. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന മറ്റേ ഒരു പാൻറ്റുണ്ട്, ഒരു കറുത്ത പാൻറ് അറിയാലോ നിനക്ക്. ആ പാൻറ്റും ആ ചെരുപ്പിലും ഒക്കെ കംപ്ലീറ്റ് വാളായിരുന്നു. ഒരു വാളായിരുന്നു ഗൈസ് ഇന്നലെ.
സത്യം. എന്നിട്ട് അവിടെ ബെന്നിച്ചേട്ടനും ചേച്ചിയൊക്കെ തായ്ലൻഡിലോട്ട് പോയേക്കാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന ബംഗാളി ചേട്ടനുണ്ട്. ആ ചേട്ടനാണെങ്കിൽ രഞ്ജിത്ത് ഭായ് ഒരു പാവം തന്നെ. അതെ, രഞ്ജിത്ത് താത്തൂടാ ഭയങ്കര സഫക്കേഷൻ. അപ്പൊ രഞ്ജിത്ത് ഭായ് ഉണ്ടല്ലോ, എന്റെ കാലില് മറ്റേ വാളായതുകൊണ്ട് രഞ്ജിത്ത് ഭായിയുടെ ചെരുപ്പ് ഒക്കെ ഇടീച്ചാണ് എന്നെ ആശുപത്രിയിലോട്ട് പിടിച്ചത്. ഞാനാണെങ്കിൽ ഇത് വ്ളോഗ് ഇന്ന് മുടങ്ങും എന്നുള്ള ഒരിത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നോണ്ട് ഇനി എങ്ങാനും മുടങ്ങിപ്പോവേണമെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കണേന്ന്. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഫോട്ടോ എന്ന് ഞാൻ മറ്റേ വൈകാതെ ട്രിപ്പ് വിട്ട് കിടക്കുകയായിരുന്നു. ആ ഫോട്ടോ എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ എനിക്ക്. അവശനായിരുന്നു കേസ് ഇന്നലെ. നിങ്ങൾ ആലോചിക്കണം ഈ ഹ്യൂമൻ ബോഡി എന്ത് ഫ്രജൈലാണെന്ന്. കണ്ടോ, ഇത് ഇന്നലെ പോയപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബാക്കിൽ കയറ്റി വെച്ചേക്കണം. വാട്ട് എ ഡേ യെസ്റ്റർഡേ വാസ് ഗൈസ്. അങ്ങനെ ഇന്ന് ഷൂട്ടിന് പറ്റിയില്ല. അപ്പൊ ഇന്ന് അവര് ഒരു ദിവസം ഒന്ന് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ തൊണ്ട ഛർദിച്ച് ലാസ്റ്റ് ചോര വന്ന ഗൈസ്. അത് വല്ലാത്തൊരിതായിരുന്നു. എനിക്ക് ഈ തൊണ്ടയുടെ എന്തെങ്കിലും പറ്റുന്ന കാര്യം പറയുമ്പോഴേ എനിക്ക് പേടിയാണ്. എന്തായാലും ഇനി ചീനിവലയിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇറങ്ങണം. കുറച്ച് ഡ്രസ്സ് മേടിക്കണം. ഓക്കെ, എന്തായാലും ഞങ്ങൾ ചീനിവലയിൽ പോയി ഫ്രഷായി ഇറങ്ങട്ടെ ഗൈസ്. ചീനിവല എത്തി ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഇരുന്നാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോ ഇപ്പോഴും മറക്കാൻ പറ്റണില്ല. ഇതൊക്കെ കംപ്ലീറ്റ് ഛർദിലായി. അത് മാറ്റിയില്ല. ചെരുപ്പക്ക അയ്യോ, ഓർക്കുമ്പോ തന്നെ എന്തോ അല്ല കേട്ടാ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് വല്ലാണ്ടങ്ങ് പേടിച്ചു. ഇന്നലെ ശരിക്കും വർക്ക് കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണം ആയതുകൊണ്ട് ഒരു ദിവസം ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ മുതൽ അടുത്ത ദിവസം വ്ളോഗ് എടുക്കാന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. അതുകൊണ്ടാണ് പുറത്തൊന്നും പോകാതെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചത്. പക്ഷെ അയ്യോ, അതൊരു വല്ലാത്ത കഴിപ്പായിപ്പോയി. എന്തായാലും ഞങ്ങളൊന്ന് ഫ്രഷായി ഇറങ്ങട്ടെ. ഫ്രഷായി ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇനി പോയി നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ മുടിയും താടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ ആകുമ്പോഴത്തേക്കും സനുബ്രോയും കൂടെ ഒക്കെ വിളിക്കാം. ചിലപ്പോൾ കണ്ണനും പി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് നൈറ്റിൽ. എന്തുവാടി സൺസ്ക്രീൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോട്ടെ സുഹൃത്തുക്കളെ. നമ്മൾ ഹോളിഡേ ഇന്നെത്തിയിരിക്കുകയാണ്. വർഷേ കഴുകായിട്ട് ഗൈസ്. ഫയസ്പ്രോ എത്തി. നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ ഗൈസ്. മുടിയൊക്കെ അങ്ങ് വളർന്ന് ഇറങ്ങിയല്ലേ ബ്രോ? നന്നായിട്ട്, അതായത് നല്ല ഗ്രോത്ത് ആയി. കാരണം നമ്മൾ ഇത്ര ഹാപ്പി. ഇപ്പൊ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ഇത്രയും ഗ്രോ ആവുമ്പോ നമ്മള് ഫോർഹെഡിലേക്ക് ഇങ്ങനെ വരും. നമ്മള് ഫോർഹെഡിന് ഒരു 6 ഇഞ്ചസ് ഉണ്ട് അല്ലെ? 6 ഇഞ്ചസ് വളരെ നോർമലാണ്. പക്ഷെ നമ്മള് ഫോർഹെഡ് കാണിച്ചുകൊണ്ട് ഒരുപാട് ഹെയർ സ്റ്റൈല് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല മാച്ച് ആയി പോകുന്നുണ്ട്. പക്ഷെ ബ്രോഡ് എന്ന റെഫറൻസിൽ വരുന്ന ആളുകൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഈ അടുത്ത് തോന്നിയത് ആർക്കും നെറ്റി കാണിക്കാൻ ഭയങ്കര പേടിയാണ്. കാണിക്കാൻ ഭയങ്കര ടെൻഷൻ ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർഹെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ആളുകളുടെ 5.5ഉം ഒരു 6 ഇഞ്ചും 7 ഇഞ്ചിനും മേളിൽ പോയാലാണ് നമുക്ക് ഓവർ ഫോർഹെഡ് എന്ന് പറയുന്നത്. അതർവൈസ് നമുക്കൊരു 6 ഇഞ്ചസ് വരെയും ഉള്ള ഹെയർ ഒക്കെ ഫോർഹെഡ് കാണിക്കുന്നോട്. പക്ഷെ ഇങ്ങനെ ഫോർഹെഡ് കാണിച്ച് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ഈ ഫോർഹെഡ് ഇങ്ങനെ വന്ന് ടെക്സ്ചർ ഇങ്ങനെ ഇരിക്കും. എല്ലാം നമ്മൾ മെസ്സിഫായിട്ട് കേൾസിനാണെന്നുണ്ടെങ്കിൽ കേൾ ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് ഇതിനെ കറക്റ്റ് ഒരു ഡെഫിനിഷൻ ലുക്ക് കൊടുത്ത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ മഴവില്ല് കേൾ ക്രീം ഇട്ട് ഒന്ന് കേൾ ചെയ്തങ്ങ് ഇട്ട് കേൾസ് അടിപൊളി തന്നെ വോളിയാവുമ്പോ. പക്ഷെ നമുക്ക് ഡെൻസിറ്റി ഭയങ്കരമായിട്ട് ഇരുന്നു പോകും. അത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ നമുക്കൊരു ഡ്രൈ ലുക്കിൽ ഇത്രയും വോളിയുണ്ട്. അപ്പൊ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൈനിങ് സ്പ്രേ അടിച്ചിട്ട് കേൾസിനെ കുറച്ചും കൂടി ഇതാക്കാം. സ്റ്റിക്കി ആവില്ല. വേറൊരു സ്ട്രാറ്റജി, അതായത് ഇപ്പൊ നമ്മള് ആ ജെല്ലും ആ ക്രീമും ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഡെൻസിറ്റി അങ്ങ് ഒതുങ്ങും. ഇരിക്കും. ഇവിടെ വേറൊരു സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ബ്രോഡ് കേളിയാണ്. അപ്പൊ ഈ കേൾസിന് നമ്മൾ ഇരുത്തണ്ട. ഇതിൽ ഷോസ്കോഫിന്റെ ഒരു ഷൈനിങ് സ്പ്രേ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര റിസൾട്ട് ഞാൻ കാണിച്ചത്. ടെക്നിക്കുകൾ പഠിച്ചോണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഞാൻ പഠിക്കും. ഇത് ഷൈനിങ് സ്പ്രേ ആണ്. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന റിഫ്ലക്ഷൻ മൊബൈലിലേക്കാണോ എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ? ക്യാമറയിൽ അത് കിട്ടും. അതുമല്ല നമ്മുടെ കടയിൽ ഒരു ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് കാണാനായിട്ട് ഭയങ്കര. അപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ സൺലൈറ്റിൽ ഈ സിറത്തിൽ പകരമായിട്ട് യൂസ് ചെയ്യാം. സിറത്തിന്, കാരണം കേളി ഹെയറിൽ ഓവർ ട്രാവൽ ചെയ്യില്ല ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇതേപോലുള്ള തിൻ മെറ്റീരിയൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ക്യൂട്ടിക്കലിലേക്ക് കയറി ക്യാച്ച് ആവും.
ഓക്കെ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഷൈനിങ് ആവും. പിന്നെ ഒരിക്കലും ഡ്രൈ കേൾസ് നമ്മൾ ഒരിക്കലും ഫിംഗർ ഇട്ടിട്ട് വലിക്കരുത്. ഫിംഗർ ഇട്ട് വലിക്കുമ്പോഴത്തേക്ക് അതിന് ഇലാസ്റ്റിസിറ്റി സ്ട്രക്ചർ മാറും. അത് ഉറപ്പായിട്ടും നമ്മളെ ഹെയർ ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. പലരും കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും കൈകൊണ്ട്, എന്നിട്ട് പറയും അവിടെ ബെൻഡായി എന്ന് പറയും. കൈകൊണ്ട് കാണിക്കുമ്പോൾ അത് ബെൻഡാവും, കാരണം ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. അത് ഉറപ്പായിട്ടും വരും. അതാണ് നമ്മളെന്തായാലും കുറച്ചുകൂടെ ഒന്ന് മുടി വളർത്താനായിട്ടുള്ള പ്ലാൻ ആക്കുന്നുണ്ട്. എന്തായാലും പ്ലാൻ അത് തന്നെ. പിന്നെ നമ്മളെ കളറിങ്ങിന്റെ പ്ലാൻ ഉണ്ട്. അത് പോകെ നമ്മൾ പയ്യെ അപ്ഡേറ്റ് വരട്ടെ. എന്തായാലും ഇത് ഇപ്പോ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഫ്രഷ് ആകും. നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ്, മുടി സെറ്റ് ഇറങ്ങി. ഞാൻ ഇവിടെ മാത്രമേ കുറച്ച് എടുത്തോളൂ, പിന്നെ താടി ഷേപ്പ് ചെയ്ത് കേട്ടോ. അപ്പൊ ഞങ്ങൾ കെർലി ഗ്യാങ് ആയി, അല്ലെങ്കിൽ നമ്മൾ കെർലി ഗ്യാങ് ആണ് ഗൈസ്. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്ത് പോവാം. തുണി ഇല്ല ഗൈസ്, തുണി ഇട്ടിട്ട് തീർന്നില്ല. അപ്പോൾ കുറച്ച് ഡ്രസ്സും മേടിച്ച് അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. സനുബ്രെ വിളിച്ചു നോക്കട്ടെ, ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറയാം. കുറേ നാളായി ഗൈസ് നമ്മളിപ്പം ഫോറം മോളിലോട്ട് വന്നിട്ട്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഫോറം മോളിൽ സനുബ്ര വരാമെന്ന് പറഞ്ഞു ഗൈസ്. എന്നിട്ട് സനുബ്രോട് നമുക്ക് ഡിന്നർ കഴിക്കാം. അതിന് മുന്നേ ഡ്രസ്സ് മേടിക്കട്ടെ. ഡ്രസ്സ് ഇല്ല ഗൈസ്, അണ്ടർ ഗാർമെന്റ്സ് വരെ ഇട്ടിട്ട് തീർന്നു പോയി. വാങ്ങിക്കട്ടെ. ഈ ഒരു പാൻസും ഈ ഒരു ഷർട്ടും എടുത്ത് ഗൈസ്. ഇതെങ്ങനെയുണ്ടോ നോക്കാം. നീ ഇതെങ്ങനെയുണ്ട്? കൊള്ളാവോ? മറ്റേ ടീഷർട്ടോട് ഇട്ട് നോക്കാം അല്ലേ? കൊള്ളാന്നോണ ടീഷർട്ട് ഇട്ട് കാണിച്ചു നോക്കേ. സ്ട്രോ ഹാറ്റ് ക്രൂ മങ്കി ഡി ലൂഫിയുടെ ടീഷർട്ട് കൊള്ളാവോ? സരല്ലേ? അപ്പം ഇതും എടുത്തു. ഇപ്പോഴത്തേക്ക് സനുബ്ര എത്താറാവും തോന്നുന്നു ഗൈസ്. 2 പാക്ക് ചെയ്തിട്ട് ഇറങ്ങട്ടെ. 3 ഷോപ്പിംഗ് ഡൺ. സുഹൃത്തുക്കളെ, വിദൂരതയിൽ നിന്നും കോണയടിച്ച് വന്നിടുവാൻ അല്ല പൈതൽ പോലെ എസ്കലേറ്റർ എന്തി പോലെ വന്നിടുവാൻ. കയ്യിലൊരു ഐഫോൺ ഉണ്ട്, കൂടെ ഒരു ഫാനും ഉണ്ട്. സനുബ്രോയെ പോലെ ഈ ലോകത്തിൽ വേറാരുമില്ല. സനുബ്രോ ഒഴിച്ച് ബാക്കി നാട്ടിൽ എല്ലാരും കേട്ടോ. സനുബ്രോ കണ്ടു. ഫാൻസിനോടുള്ള സനുബ്രോയുടെ ആ ഒരു മിംഗ്ലിംഗ് ആണ്. ചിലപ്പോൾ ആ പയ്യ അറിഞ്ഞു പോലും കാണൂല കേട്ടോ. അങ്ങനെ അവൻ എത്തുകയാണ് സുഹൃത്തുക്കളെ. പാവങ്ങളുടെ തോഴൻ, അന്നദാന പ്രഭു, ഡാഡി നീരാളി. എന്റെ പ്രഡിക്ഷൻസ് ഒക്കെ ആൾക്കാർ ഞെട്ടുന്നു. സനുബ്രോ ഞങ്ങള് ലൈവായിട്ട് ഞെട്ടിയതാണ്. ഞാൻ മറന്നുപോയി. അത് നമ്മൾ കണ്ടില്ലായിരുന്നു. വിക്കറ്റ് പ്രൊഡിക്ട് ചെയ്തു. മാൻ ഓഫ് ദ മാച്ച് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇല്ലെങ്കിൽ അവിടെ ക്രിക്കറ്റ് എക്സ്പേർട്സ് തന്നെ പറയുന്നു. പോലും സഞ്ജുവിനാണ് വരേണ്ടിയിരുന്നത്. അത് കുഴപ്പമില്ല. അഹമ്മദാബാദ് മുംറയുടെ സ്ഥലം അതെ കൊടുത്തതാണ്. സ്റ്റൈല് കൊള്ളാവോ? ഇവൻ എന്തോന്ന് സ്റ്റൈല്? ഇത് ഞങ്ങള് മറ്റേ മുടി ചുരുട്ടി, ഞങ്ങൾ ചുരുളൻ കപ്പിൾസ് ആണ്. മാറ്റം വെച്ച് ഛർദിച്ച് ആയിട്ടൊക്കെ ഇരിക്കുന്നു. പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ തൊണ്ടയുടെ വേദന അങ്ങ് സെറ്റ് ആയിട്ടില്ല. എവള് ഭീകരൻ ആയിരുന്നു സനുബ്രോ, ഞെട്ടിച്ച് കളഞ്ഞേട്ടാ. പോയി മനുഷ്യ ഇവിടെ ശ്വാസകോശത്തിൽ ഫുഡ് കയറി ശ്വാസം മുട്ടി ചാവാ ഇരിക്കുമ്പോഴാണ് ആണല്ലേ സനുബ്രോ. അവക്ക് 2 ജിബിറ്റ്സ് വാങ്ങി ഞങ്ങള്. ഒരു പൂവും ഒരു ചെറിപ്പഴവും. ഓ ഇത് ബെർക്കിൻ സ്റ്റോക്ക്. ഞാൻ കഴുകി വാളക്ക. നമ്പൂതിരിമാരുടെ മെതിയടി ഇത്. ഒരു സുഹൃത്തുക്കളെ, എന്റെ ചെരുപ്പിനെ അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പോവാ നമുക്ക്. ആണോ? സനുബ്രോക്ക് ലൈറ്റ് ആയിട്ടൊരു നമുക്ക് ഉന്നക്കായ നമുക്ക് എന്തായാലും ഇപ്പൊ ലൈറ്റ് ആയിട്ട് ചൈനീസ് കട തുടങ്ങി. ലുലുലാണല്ലേ? നല്ല രസമുണ്ട്. ചൈനീസ് തിന്നാൻ പോവാം. ജാപ്പനീസ് സക്കൂറ ബ്ലോസം. ഫ്ലമിംഗോ. അത് നമ്മുടെ ട്രിവാൻഡ്രം ലുലുലാണ് സനുബ്രോ. നമ്മള് പോയായിരുന്നു. തുടങ്ങിയ അപ്പൊ ഇവിടെ തുടങ്ങി കാണും. ട്രിവാൻഡ്രത്തുണ്ട്. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. കഴിച്ചിട്ടുണ്ട്. നമുക്ക് സൂപ്പ് റാമൻ. റാമനാണോ ലൈറ്റ്?
നോക്കാം എന്തിനാണ് കിട്ടണമെന്ന് നോക്കാം ലൈറ്റ് ആയിട്ട്. ഗൈസ് ലൈറ്റ് ആയിട്ട് ഒരു പാനിപൂരി ഒരു ദഹിപൂരിയും പറഞ്ഞു. ആദ്യം ഇത് കഴിക്കട്ടെ ഗൈസ്. അടുത്ത റൗണ്ടിനായി സനുബ്രോയ്ക്ക് ബർഗർ, മൊജീറ്റോ, പിന്നെ ചിക്കൻ, അങ്ങനെയുള്ള കുറച്ച് കിടുപിടികൾ. ഇത് സനുബ്രോ ഒരു വിഷമം പോലെ ഇതൊക്കെ കണ്ടിട്ട്. ഒരു വിഷമമില്ല. ഉന്നക്കായയുടെ അതൊക്കെ ഇറങ്ങിയാ? അല്ലല്ല, അതുണ്ട്, എന്തായാലും കുഴപ്പമില്ല, കഴിക്കാം. ഓക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിയ പിന്നെ എത്ര കേസല്ലേ കഴിക്കാം. ഗൈസ് അങ്ങനെ ഇന്നത്തെ അഡ്വഞ്ചേഴ്സ് കഴിഞ്ഞു. ഇനി റൂമിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ ഷൂട്ട്. കളിക്കുന്ന നാളെ ആവട്ടെ സനുബ്രോ, അടുത്ത ദിവസം ആവട്ടെ. ഓക്കെ, ടാറ്റ അടുത്ത സനുബ്രോ. ബൈ ഗൈസ്. ബൈ ഗൈസ്, നാളെ കാണാം. ഇന്ന് എൻ്റെ ഒരു റെസ്റ്റ് ഡേ ആയിരുന്നു. ഒരു മനുഷ്യൻ ഇതിന്റെ എൻട്രൻസ് വന്നിട്ട് ഫോണും പിടിച്ച് നിൽക്കുകയാണ്. സനുബ്രോ ഒരു ഫോൺ അഡിക്റ്റാണ്. അതെ, ഇത് അനങ്ങനുണ്ടാന്ന് നോക്കിയാണ് അവിടെ നിന്ന്. കുറേ നേരമായി. എന്ത് എത്ര നേരമായതറിയാം അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആന്നാ ഇത് ചെയ്യണ്ടേ? എന്തിന് പേ ചെയ്തത് എന്റെ മെസ്സേജ് അയക്കണ്ടേ? പേയ്മെന്റ്സ് പേയ്മെന്റ് പൂക്കികൾക്ക് മെസ്സേജാണ് സുഹൃത്തുക്കളെ. ഇവൻ പറഞ്ഞു ഒരുത്തന്മാർ എന്നെ ചുക്കത്താടി കളിക്കുന്നത്. തിരിച്ചു പൂക്കി പൂക്കി പൂക്കി